താർക്കുന്നവരെ കുറിച്ച് ഹൈറിച്ച് കുടുംബത്തിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള ധീരതയിലൂടെ ഇന്ന് നമുക്ക് പരിചയപ്പെടുന്ന ആൾക്കാരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് യുനഫിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രോഗ്രസ്സുകാരൻ, അയാളൊരു പ്രോഗ്രസ്സുകാരനാണോ നാളെ പറയപ്പെടുന്നത്. മുന്നേ MLA ആണെന്നും പറയുന്നത്. എൻ്റെ അപ്പനും ഞാനും ഒക്കെ പ്രോഗ്രസ് പ്രവർത്തിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല കേരളത്തിൻ്റെ ഈ അനിലക്കനാന്ന് പറയുന്ന ഒരു വ്യക്തിനാണ് പ്രോഗ്രസിനെ ഇല്ലായ്മ ചെയ്തിരുന്നത്. അപ്പം ഇയാളുടെ ഉത്തരവാദിത്വം ഈ അനിലക്കിൻ്റെ ഡിപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വ്യക്തി. അയാൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയില്ല. നമസ്കാരം, എൻ്റെ പേര് മെൽജോ എന്നാണ്. ഞാൻ ഹൈറിച്ചിൽ വന്നിട്ട് 2019 ഒരു നവംബർ മാസത്തിലാണ് ഞാൻ വരുന്നത്. ഹൈറിച്ചിൽ വരുന്നത് എൻ്റെ ഒരു അനിൽകുമാർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കുടുംബ ഫാമിലി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലുള്ളൊരു പുള്ളിയാണ് എന്നെ ഹൈറിച്ചിലോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഇതുവരെ ഈ ഒരു ഡിസംബർ 7 വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഹൈറിച്ച് പേ ഔട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ബാധ്യതകളിലൂടെ പോകുന്ന ഒരു കുടുംബമാണ്. എൻ്റെ അഭിപ്രായം ഇന്ന് കുട്ടനും പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈറിച്ചിനെ ഞങ്ങൾ ശരിക്കും പൂർണ്ണമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഇത് ഹൈറിച്ച് എന്ന പ്രസ്ഥാനത്തിൻ്റെ യാതൊരു കുഴപ്പങ്ങളുമല്ല. ഇതാരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ ആക്കി തീർക്കുന്നതായിട്ട് തന്നെയാണ് ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഹൈറിച്ച് വഴി ഒരുപാട് 8-9 പേര് ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നവരാണ്. അതായത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറേ അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം ഞങ്ങൾ ഈ 3 പേര് മാത്രമായിട്ട് അവസ്ഥിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ 3 പേർക്ക് പോലും കഴിയാനുള്ള ഒരവസ്ഥ ഇപ്പം ഈ ഹൈറിച്ച് ഇങ്ങനെ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ലക്ഷങ്ങളുടെ കാര്യങ്ങളായിരുന്നു ആശുപത്രികളിൽ എല്ലാം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒരു 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഇത് നിയന്ത്രിക്കണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും തരണം, അല്ലാണ്ട് ഞങ്ങൾ ഒരുപാട് സ്വത്തുള്ളവരൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ ഭൂമി പണയം വെച്ചിട്ടും അതുപോലെ തന്നെ ലോണുകൾ എടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഹൈറിസിന് പൈസ ഇട്ടത് തന്നെ. പിന്നെ ഞാനൊരു സയൻസ് തൊഴിലാളിയാണ്. പൈസ ഉണ്ടാക്കുന്ന പൈസയും അതിനൊക്കെ കുറേ ശേഖരിച്ചും മിച്ചം വെച്ചും ഒക്കെയാണ് ഈ ഹൈറിസിലേക്ക് ഞങ്ങൾ ആക്കി കൊടുത്തത്. കാരണം അതിലുള്ള വിശ്വാസമുണ്ട്. കാരണം അത്രമാത്രം ഞങ്ങൾ ആദ്യമേ തന്നെ ചെയ്യുന്ന തൊട്ട് തന്നെ ആ കമ്പനി പറഞ്ഞതിന് ഒരു വ്യത്യാസവും വരുത്താനാണ് അവർ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ അതിനകത്തുനിന്ന് വാക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പൈസയിലൂടെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളിലോ അവർ പറയുന്നതിന് കൂടുതൽ വരുമോ, അല്ലാണ്ട് അതിൻ്റെ നമുക്ക് ആ കിട്ടുന്ന ആ ശതമാനക്കണക്കാണെങ്കിലും കൂടി വരുമല്ലാതെ കുറയുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്ന പൈസ പോലും അന്നത്തിൽ നിന്ന് കുറച്ച് അത് ഈ ഹൈറിച്ചിലോട്ട് ആഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും സേവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കേണ്ട ഒരു പ്രശ്നം വരെ വന്നിരുന്നില്ല. എന്നുവെച്ചാൽ ആശുപത്രി ചെലവുകൾ, ഭക്ഷണത്തിൻ്റെ ചെലവുകൾ, കുടുംബ ചെലവുകൾ, മരുന്ന്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നല്ല സുഖസുന്ദരമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് പെട്ടെന്നൊരു സ്വഭാവത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാം സ്ട്രെക്കായി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അന്നത്തിന് പോലും ഉള്ളത് മുട്ടായി പോയി എന്ന് വേണം പറയാൻ. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഇളയമാവന് ഇപ്പോൾ ഇളയമാനാണ് കൂടെയുള്ളത്. അവന് ഒരു ആക്സിഡന്റ് പറ്റി. അപ്പത്തേനും ഇത് ഫ്രീസിങ് ആയി പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് അന്നത്തിന് പോലും ബുദ്ധിമുട്ട് വന്നു. ഒരു തയ്ച്ചുണ്ടാക്കുന്ന ഒരു എത്തിക്കുക, അത് ഞാൻ പകുതി പൈസയ്ക്കാണ് ഞാൻ തയ്ക്കുന്നത്. ഞാൻ കടകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം മരുന്ന് വേണം, കാര്യങ്ങൾ വേണം, കൊച്ചിൻ്റെ ആശുപത്രി ചെലവ് വേണം. അപ്പോൾ എനിക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അഫീസിലേക്കാണെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ കാലിൽ നിന്നും വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പത്തേക്ക് ഒന്നും ചെയ്യാൻ വയ്യ. കൊച്ചിൻ്റെ ആക്സിഡൻറ്റ് വെച്ച് കൊച്ചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയ വരുമാനമാണ് ബാക്കിയുള്ളത്. ഹൈറിച്ച് ഇങ്ങനെയായിട്ട്. അപ്പോൾ അന്നേരമാണ് ഞങ്ങൾ ഈ ഹൈറിച്ചിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത്. അതായത് ആ ഹൈറിച്ച് ഞങ്ങളുടെ ഒരു കുടുംബത്തെ എത്രമാത്രം താങ്ങിലാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അത് എത്രമാത്രം ഞങ്ങൾക്ക് തണലാണ് തന്നുകൊണ്ടിരുന്നത്, എന്തുമാത്രം ഞങ്ങളെ എത്രമാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ള ആ വില അറിയുന്നത് അപ്പോഴാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനമൊക്കെ ഇങ്ങനെ നിന്ന് പോവുക അല്ലെങ്കിൽ എന്നെ തളർച്ചുകൊണ്ട് പോകാനുള്ള ഒരു വിഭാഗം അതിനുവേണ്ടി മെനക്കിട്ടിറങ്ങുക എന്ന് പറയുമ്പോൾ ഇതുപോലെ എത്രയോ ഇപ്പൊ ഞങ്ങൾ ഒരാൾ മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് ഇപ്പം ഇത് മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പണം ഉണ്ട് അല്ലെങ്കിൽ പണം വെച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാത്തവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്കാണ് ഇത് മനസ്സിലാവുക. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഹൈറിച്ച് പ്രസ്ഥാനം എന്ന് പറഞ്ഞത് അത് ഇന്ന് ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത് നിലനിന്ന് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കൊന്നുള്ളതല്ല. ഈ രാജ്യം തന്നെ
എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ എല്ലാ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒത്തിരി വളർന്ന് ഇനി ഈ രാജ്യത്തുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും പുറം രാജ്യത്തെ അന്വേഷിച്ച് പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ ഹൈറിച്ച് എന്ന ഈ സ്ഥാപനം കൊണ്ട് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത്. കാരണം ഈ പ്രായം ചെന്ന ഞങ്ങളെ കൊണ്ടാണെങ്കിലും ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പൈസയ്ക്ക് തുല്യമല്ല അതിനേക്കാളേറെ ഞങ്ങൾ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളതല്ല. ഇപ്പം അത് കൂടിക്കൂടി വരുമല്ല, അതിന്റെ ആ പ്രോഫിറ്റ് കൂടിക്കൂടി വരുമല്ലാതെ അത് കുറയുന്നില്ല. അപ്പൊ ഇത്രയും തന്നെ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ഇതുപോലെ എന്താ പറയാ ഈ പ്രായം ചെന്ന വ്യക്തികളും അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകളുടെ അതായത് അന്നത്തെ പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കഴിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചതിന് സമമാണ്. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതുവരെ എല്ലാവർക്കും